ഒരു വർക്കിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് ഈ അടിവരി അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ലൈനിലാണ് ഒരു വർക്കിന്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അതായത് അളവ് കാര്യങ്ങൾ, അതേപോലെ തൂക്കം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ അടിവരി നമ്മൾ വെക്കുന്ന ടൈമിൽ നമ്മൾ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് ഏത് ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ച്, അതായത് കല്ലാണെങ്കിലും സിമെന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ മഡ് ബ്രിക്ക് അല്ലെങ്കിൽ പോറത്തം ബ്രിക്ക് എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ, എക്സ്പോസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അടിവരി നമ്മൾ പരമാവധി നമ്മൾ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്തിട്ടേ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ അടിവരി വെക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കും. അതായത് ഇതിൻ്റെ തൂക്കും ഇതിൻ്റെ വാട്ടർ ലെവൽ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്തിട്ടേ കൊണ്ടുപോകുള്ളൂ. കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം, അടിവരി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പോസർ ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഗ്രൂ വർക്കുകൾ മാത്രമേ നമ്മൾ ഓരോ വരികൾ നമ്മൾ വെച്ച് പോകുള്ളൂ. അല്ലാത്ത വർക്കുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ലൈനിൻ്റെ മുകളിൽ നമ്മൾ 4 വരി കൂടിയും തൂക്കി കയറ്റിയിട്ട് നമ്മൾ 5 വരി എന്നുള്ള ലെവലിലേക്ക് ഇത് നമ്മൾ പഠിച്ചു നിർത്തും. ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ. കാരണം നല്ല കാഴ്ച ശക്തി ഇതിന് വേണം. കാരണം നമ്മൾ 5 വരീൻ്റെ മുകളിൽ നൂലിടുകയാണ്. അപ്പോൾ അടിയിലേക്ക് ഈ നൂല് കറക്റ്റായിട്ട് നമുക്ക് കാണണം. അപ്പോൾ ആ കാര്യങ്ങൾ ഇതിലും ശ്രദ്ധിക്കണം. 3 വരി വെച്ച് പോണവരും 5 വരി വെച്ച് പോണവരൊക്കെ ഉണ്ട്. ഓരോ മേസനും ഓരോ ഐഡിയ ആണ്. അപ്പോൾ ഒറ്റവരിൻ്റെ മുകളിൽ 2 വരി വെച്ചിട്ട് 3 വരി ഫില്ലാക്കി പോണവരും, ഒറ്റവരിൻ്റെ മുകളിൽ 4 വരി വെച്ചിട്ട് 5 വരി ഫില്ലാക്കി പോണവരൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. പണിക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ 5 വരി എല്ലാ ഭാഗത്തും ആയതിൻ്റെ ശേഷം നമ്മൾ ഹൈറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ള 4 വരി അല്ലെങ്കിൽ 5 വരി നമ്മൾ ഒറ്റയടിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാറാണ് പതിവ്. നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. പലർക്കും പല രീതിയാണ്.